بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم فرح المخلفون بمقعدهم خلاف رسول الله وكرهوا أن يجاهدوا بأموالهم وأنفسهم وأنفسهم في سبيل الله وقالوا لا تنفروا في الحر قل نار جهنم أشد حرا لو كانوا يفقهون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസികളെ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ജീവിതത്തിലെല്ലായ്പ്പോഴും അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ പാലിച്ചുകൊണ്ട് ഹലാലിനെയും ഹറാമിനെയും തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ, സർവോപരി ലോകത്തോട് വിട പറയുമ്പോൾ ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന കലിമ ഷഹാദത്ത് ചൊല്ലി വിട പറയാൻ അല്ലാഹു നാം ഏവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളെയും അല്ലാഹു പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. പലരും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ആശുപത്രികളിലും വീടുകളിലും കഴിയുന്നവരുണ്ട്, ദുആക്ക് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു അത്രയും പെട്ടെന്ന് അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് റഹ്മത്തും മഗ്ഫിറത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിക ചരിത്രത്തിൽ തബൂക്ക് യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് ഏറെ അറിയപ്പെട്ടതാണ്. ഹിജ്റ 9-ാം വർഷം റോമക്കാരിൽ നിന്ന് വലിയൊരു പ്രതിരോധ നിര മദീനയെ ലക്ഷ്യമാക്കി വരുന്നുണ്ട് എന്ന് മദീനയിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്തിനും വിവരം ലഭിക്കുകയാണ്. കടുത്ത ചൂടുള്ള വർഷമാണ് ഹിജ്റ 9. ആ സമയത്ത് റോമക്കാരും എന്ന് പറയുന്നത് ഇന്നത്തെ അമേരിക്ക എന്ന് പറയുന്നതിന് തുല്യമാണ്. അത്രയും വലിയ സന്നാഹത്തോടെ മദീനയെ ലക്ഷ്യമാക്കി വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും 30,000-ഓളം വരുന്ന പടയാളികൾ മദീനയിൽ നിന്ന് യുദ്ധമുഖത്തേക്ക് തബൂക്കിലേക്ക് പുറപ്പെടുകയാണ്. ആ യുദ്ധമുഖത്ത് കാണേണ്ട ചില മുഖങ്ങൾ കാണുന്നില്ല. അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് കടുത്ത ചൂട് കൊണ്ടാണ് അവർ വരാത്തതെന്നും മറ്റുള്ളവരെ പിന്തിരിപ്പിക്കുന്നതെന്നും അറിയുന്നത്. ആ സംഭവത്തെ കുറിച്ചാണ് സൂറത്ത് തൗബയിലെ 81-ാമത്തെ ആയത്ത് പറയുന്നത്. ഫരിഹൽ മുഖല്ലഫൂന ബിമഖഅദിഹിം ഖിലാഫ റസൂലില്ലാഹ്. ഇരുന്നുകൊണ്ടിരിക്കെ ചില ആളുകൾ സന്തോഷിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എതിരാണെന്ന് അറിഞ്ഞിട്ടും യുദ്ധത്തിന് പോകാതെ അവരുടെ സീറ്റിൽ ഇരുന്നുകൊണ്ട് അവരുടെ സുഖസൗകര്യങ്ങളിൽ ആസ്വദിച്ചുകൊണ്ട് ഒരു വിഭാഗം സന്തോഷപ്പെടുകയാണ്. അവരുടെ സ്വത്ത് കൊണ്ടും സമ്പാദ്യം കൊണ്ടും അവരുടെ ശരീരം കൊണ്ടും യുദ്ധം ചെയ്യുന്നതിനെ അവരങ്ങേയറ്റം വെറുക്കുകയാണ്. എന്നിട്ട് അവര് പറയുകയാണ്, നിങ്ങൾ ആരും ഈ ചൂട് കാലത്ത് യുദ്ധത്തിന് പോകല്ലേ, കടുത്ത ചൂടാണ്, അതുകൊണ്ട് യുദ്ധത്തിന് ഈ സമയം അനുയോജ്യമല്ല, ചൂട് കാലത്ത് ആരും യുദ്ധം ചെയ്യാൻ പോകല്ലേ. ഭൗതികപരമായ ചൂട്, ദുനിയാവിൽ നടക്കുന്ന ഒരു ചൂടാണ്. ആ ചൂടിനെ പറ്റിയാണ് ഇസ്ലാമിന്റെ ആളുകൾ എന്ന് പറയപ്പെടുന്നവർ തന്നെ പിന്തിരിക്കുന്നതിനെ പറ്റി അവർ മറ്റുള്ളവരോട് പറയാൻ ചൂടിന് പോകാൻ വയ്യ, ചൂടിനുള്ള ആരെങ്കിലും യുദ്ധത്തിന് പോകരുത്.
അള്ളാഹ് പറയുന്ന മറുപടി എന്താണെന്നറിയോ? നരകത്തിലെ ചൂട് ഇതിനും വലിയ ചൂടാണല്ലോ. പറയുന്നത് ഭൗതികമായി നമ്മളൊക്കെ അനുഭവിക്കുന്ന ചൂടാണ്. അള്ളാഹ് പറയുന്നതോ നിങ്ങൾക്ക് വരാനിരിക്കുന്ന ചൂട് ഇതിലേറെ കാഠിന്യമുള്ളതാ. പ്രിയപ്പെട്ടവരെ, ഓർത്തു നോക്കൂ, ഇതൊന്ന് പഠിച്ചു നോക്കിവരോ. ഇന്ന് നമ്മൾ സമാനതകളില്ലാത്ത ചൂട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ മഴക്കാലത്ത് യെല്ലോ അലർട്ടും ഓറഞ്ച് അലർട്ടും റെഡ് അലർട്ടും ഒക്കെ പുറപ്പെടുവിപ്പിക്കാറുണ്ടല്ലോ. പക്ഷെ ഇപ്പൊ വേനൽക്കാലത്ത് ഗവൺമെന്റ് അത്തരം ഒരു ഉപായം ആലോചിക്കുകയാണ്. ആളുകൾ സൺബേൺ, സൂര്യാഘാതം ഇല്ലാതിരിക്കാൻ, കുഴഞ്ഞു വീഴാതിരിക്കാൻ ഏതൊക്കെ രീതിയിലാണ് ആളുകളെ ബോധവൽക്കരിക്കേണ്ടത് എന്ന് ആലോചിച്ചത് വിവിധ തരം അലർട്ടുകൾ പുറപ്പെടുവിപ്പിക്കുമ്പോൾ ലോകത്തുടനീളം കാലാവസ്ഥ വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇതിന്റെ ശാസ്ത്രീയമായ പല വശങ്ങളും ഭൂമിയിലേക്ക് ഒരുപാട് കാർബൺ വാതകങ്ങളുടെ പുറത്തള്ളുന്നത് കൊണ്ടാണ്, അതിൽ ഏസിയും ഒരു കാരണമാണ് എന്നൊക്കെയാണ് ശാസ്ത്രം പറയുന്നത്. ഏതായാലും അള്ളാഹു നമുക്ക് തന്ന ഭൂമിയിൽ നാമായിട്ട് എന്തൊക്കെയോ ചില പ്രവർത്തനങ്ങൾ വേണ്ടാത്തത് കാണിക്കുന്നുണ്ട്. മുമ്പൊന്നും ഇല്ലാത്ത വിധം ഇത്തരം കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ നമ്മൾ പഠിക്കേണ്ടതില്ല. ഭൂമി അതിന്റെ ഇസ്ലാമോട് ഭൂമിയാണ് നിങ്ങൾക്ക് തന്നത്, നിങ്ങൾ അതിനെ ഫസാദാക്കല്ലേ. എന്നിട്ട് അല്ലാഹു പറയാ, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി വബിമാ കസബത് അയ്ദിന്നാസ്. സൂറത്തുൽ റൂമിലെ 41-ാമത്തെ ആയത്തിൽ പറയുന്നു, ഭൂമിയിലും കരയിലും കടലിലും ഒക്കെ കുഴപ്പത്തിലാണ്. എന്താ കാര്യം അറിയോ? ബിമാ കസബത് അയ്ദിന്നാസ്, ജനങ്ങളുടെ തെറ്റായ പ്രവർത്തികൾ നിമിത്തം. ബുദ്ധിയും ശക്തിയും വിവേകവും ഒക്കെ പ്രദാനം ചെയ്ത ഒരേ ഒരു ഭൂമുഖത്തിലെ വർഗം, അതാണല്ലോ മനുഷ്യവർഗം. ആ മനുഷ്യവർഗത്തിന്റെ പ്രവർത്തനങ്ങൾ നിമിത്തം ഭൂമിയൊക്കെ കേടായിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അത്രയും ചൂടും തണുപ്പും ഒക്കെ അനുഭവിക്കുമ്പോൾ ചില ഏരിയകളിൽ കടുത്ത തണുപ്പാണ്. നരകത്തെ പറ്റി പറയുന്നവരെ ഹദീസ് കാണാം. ആ നരകം സഹിക്കവയ്യാതെ, ചൂടും തണുപ്പും വയ്യാതെ സഹിക്കവയ്യാതെ അള്ളാഹുവിനോട് പരാതി പറഞ്ഞപ്പോ അള്ളാഹു പറയുക, എന്റെ ചൂടിന്റെ ഒരു നിശ്വാസം മാത്രമാണ് ഭൂമിയിലെ ചൂടും തണുപ്പും എന്ന് പറയുന്നത്. ഒന്ന് എന്ന് നീട്ടി വലിക്കുന്ന ആ നിശ്വാസം മാത്രമാണ് നാം അനുഭവിക്കുന്ന ചൂട് മുഴുവൻ ഈ ലോകത്ത്. അതുപോലെ തന്നെയാണ് തണുപ്പും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ പരലോകത്ത് നമ്മളൊക്കെ അനുഭവിക്കാനിരിക്കുന്ന ചൂടിനെ പറ്റി പറയുന്നുണ്ട്. നമ്മുടെ തലയുടെ ഒരു മൈൽ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ കോലളവാണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ 1.5 കിലോമീറ്റർ ആണെന്ന് പറയുന്നത്. ഏതായാലും 15 കോടി കിലോമീറ്റർ അകലെയുള്ള സൂര്യനിൽ നിന്നും നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ചൂട് അതൊരു മൈൽ വന്നാൽ എങ്ങനെയുണ്ടാവും? നമുക്ക് സഹിക്കാൻ കഴിയുമോ? ഇവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 7 ആളുകൾക്ക് തണലിട്ട് കൊടുക്കുമെന്ന് ഹദീസിൽ പറഞ്ഞത്. അതിലൊന്ന് ഇമാമുൻ ആദിൽ, നീതിമാനായ നേതൃത്വം നൽകുന്നവൻ. അത് വീട്ടിലാകട്ടെ, നാട്ടിലാവട്ടെ, പള്ളിയിലാവട്ടെ, മഹല്ലിലാവട്ടെ, എവിടെയൊക്കെയോ നേതൃത്വം വഹിക്കുന്നുണ്ടോ അവൻ നീതിയോടെയായിരിക്കും. അവൻ നേതൃത്വം വഹിക്കുന്ന ഏതവസ്ഥയിലും കാര്യങ്ങൾ നീതിയോടെ ചെയ്യണം. പിന്നെ രണ്ടാമത്തത് അല്ലാഹുവുമായി ആരാധനയിൽ കഴിഞ്ഞുകൂടുന്ന ഒരു യുവാവ്. അല്ലാഹുവുമായിട്ടാണ് തന്റെ കണക്ഷൻ. നിരന്തരം ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യൻ. മറ്റൊന്ന്, മൂന്നാമത്തത് നിരന്തരം പള്ളിയുമായി കണക്ട് ചെയ്യുന്ന ഒരു മനുഷ്യൻ. മുഹറിന് ജമാഅത്ത് വന്നു, അസറിന് വന്നു, മഗ്‌രിബിന് വന്നു, ഇശാക്ക് വന്നു, സുബഹിക്ക് വന്നു, ഇല്ലെങ്കിലും പറ്റിയില്ലെങ്കിലും പള്ളിയുമായി നിരന്തരം ബന്ധപ്പെടുന്ന ഒരു മനുഷ്യൻ. മറ്റൊരാള് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉള്ള കൂട്ടുകെട്ട്, ആ കൂട്ടായ്മയിൽ അള്ളാഹുവിന്റെ മാർഗത്തിലാണ് നടക്കുന്നത്. ആ കൂട്ടായ്മ പിരിയുന്നതും അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. എന്ന് പറഞ്ഞാൽ നല്ല സൗഹൃദ ബന്ധങ്ങൾ അത് പടച്ചവന്റെ മാർഗത്തിലാണ്. ആ പിരിയുന്ന സൗഹൃദവും
അവിടെ നിന്ന് വിട്ടുപോരുമ്പോൾ സലാം ചൊല്ലി ദീന്റെ പേരിലുള്ള ബന്ധം. മറ്റൊന്ന്, ഒരു പെണ്ണും ആണും ഒറ്റക്കിരിക്കുന്നു, അവിടുമായി സുഖം ആസ്വദിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും വന്നെത്തിച്ചിരിക്കുകയാണ്. എന്നിട്ടും ആ മനുഷ്യൻ പറയുന്നു, എനിക്ക് പടച്ചോനെ പേടിയുണ്ട്, അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊന്നും ഞാനില്ല എന്ന തിരിച്ചറിവുള്ള ഒരു മനുഷ്യൻ. ഇവർക്കൊക്കെ പടച്ചോ തളരിട്ട് കൊടുക്കുകയാണ്. പിന്നെ ആരാ? നിരന്തരം ദാനധർമ്മം ചെയ്യുന്ന ആള്. വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ പോലും അറിയില്ല, അത്രയും രഹസ്യമായിട്ട്, ആരുടെയും പ്രശംസ ആഗ്രഹിക്കാതെ, ആരുടെയും മുഖസ്തുതി കേൾക്കാതെ രഹസ്യമായി നിർവഹിക്കുന്ന ദാനധർമ്മം ചെയ്യുന്നവരെ കുറിച്ചാണ് അള്ളാഹു 7 ആളുകൾക്ക് ഒന്നിൽ തന്നിട്ട് കൊടുക്കുന്നത്. മറ്റൊന്ന്, പടച്ചവനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട്, പരലോകത്തെ കുറിച്ച് ചിന്തിക്കുന്നുകൊണ്ട്, നിരന്തരം ഞാൻ ഇതിനൊക്കെ സമാധാനം പറയേണ്ടി വരും എന്ന ഓർമ്മ പുലർത്തിക്കൊണ്ട് നിരന്തരം ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ, അവനും അള്ളാഹുവിന്റെ തണലിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വളരെയേറെ ഗൗരവത്തോടെ നമ്മളൊക്കെ ദുനിയാവിലെ ചൂടിനെയും നമ്മളൊക്കെ അനുഭവിക്കാനിരിക്കുന്ന പരലോകത്തെ ചൂടിനെയും നമ്മൾ താരതമ്യം ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ ഈ ലോകത്ത് കാണുന്ന ചൂട് മുഴുവൻ, തീ മുഴുവൻ നരകത്തിന്റെ 70% മാത്രമേ വരൂന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ലോകത്തെ ചൂട് എന്ന് പറയുന്നത് നരകത്തിലെ ചൂടിന്റെ 70% മാത്രമാണ്. അപ്പോ നിരന്തരം അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മിക്കേണ്ട ദിനങ്ങളാണ് ഓരോ ചൂടുകാലത്തും. കടുത്ത തണുപ്പ് കാലത്ത് പോലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഓർമ്മപ്പെടുത്തലാണ്. അതുകൊണ്ടാണ് ഖുർആൻ നേരത്തെ സൂചിപ്പിച്ചത് പറഞ്ഞു, നരകത്തിലെ ചൂടാണ് ഏറ്റവും വലിയ ചൂട്. നമുക്കറിയാം, ഇന്ന് ലോകത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഹോർമൂസ് കടലിൽ തുറക്കുമോ ഇല്ലേ. അതിനുള്ള ചർച്ചകളൊക്കെ നടന്നതിന് ശേഷം ഹോർമൂസ് കടലിലൊക്കെ ഇറാൻ തുറന്നപ്പോ അതിന്റെ പ്രാധാന്യം വീണ്ടും ലോകത്തിന് ബോധ്യപ്പെടുക. എന്താ പ്രാധാന്യം അറിയോ? നമ്മുടെ കുടിക്കുന്ന ചായയിൽ പോലും ഹോർമൂസ് കടലെടുക്കായി ബന്ധമുണ്ട്. എന്തുകൊണ്ടാണ് ആ ഏരിയക്ക് ലോകത്ത് ഇത്രമാത്രം പ്രാധാന്യം? പോകുന്ന ലോകത്തുടനീളമുള്ള എല്ലാ വാഹനങ്ങളുടെയും 99% ഇന്ധനവും അതിലൂടെ കപ്പൽ പാതയുടെ എക്സ്പോർട്ടും ഇമ്പോർട്ടും ചെയ്യുന്ന പെട്രോളിന്റെ ഉൽപ്പന്നമാണ് എന്നതിലൂടെയാണ് ഹോർമൂസ് കടലിടുക്കിന്റെ പ്രാധാന്യം. അവിടുത്തെ ഇന്ധനമാണ് നമ്മളൊക്കെ ഉപയോഗിക്കുന്നത്. എന്നാലോ നരകത്തിന്റെ ഇന്ധനം ഏതാണ്? നരകത്തിന്റെ ഇന്ധനം ഏതാണ്? അതിന് പാടല്ലോ ഇന്ധനം. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة. നരകത്തിലെ ഇന്ധനം എന്ന് പറയുന്നത് ആളുകളും കല്ലുകളുമാണ്. ആളുകളും കല്ലുകളും. മനുഷ്യരാണ് നരകത്തിന്റെ ഇന്ധനം, കത്തുന്ന സാധനം. കല്ലുകളും. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മൾ ഇന്ധനമായിട്ട് മാറുന്ന അവസ്ഥ. വിറക് സാധാരണ കത്താറില്ലേ, അതേപോലെ നിങ്ങളെയും കത്തിക്കും നാം ഖുർആൻ പറയുന്നത്. എന്തുകൊണ്ടാണ്? നമുക്ക് മാത്രമല്ല ഈ ബുദ്ധി തന്നിട്ടുള്ളൂ, വിവരവും വിജ്ഞാനവും വിവേകവും. ബാക്കി ഏതെങ്കിലും ഒരു മൃഗത്തിന് ഇത്തരം ഒരു കഴിവ് അന്ന് കൊടുത്തിട്ടുണ്ടോ? എന്നിട്ടും അന്ന് നിരന്തരം ഓരോ കാര്യത്തിലൂടെയും നമ്മളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോ, പടച്ചോനെ ഞാൻ മടങ്ങേണ്ടതല്ലേ, എനിക്ക് മടങ്ങാനായില്ലേ എന്നുള്ള ചിന്ത പോലും നമുക്ക് വരുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അടുത്ത ചൂട് അനുഭവപ്പെടുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട് അത്രേ, അല്ലാഹുവേ നരകത്തിന്റെ ചൂടിൽ നിന്ന് എന്നെ കാത്തു രക്ഷിക്കണേ പടച്ചോനെ. നരകത്തിന്റെ ചൂടിൽ നിന്ന് എന്നെ കാത്തു രക്ഷിക്കണേ. ഒരു ഹദീസ് നമുക്ക് കാണാം. നിരന്തരം 3 പ്രാവശ്യമെങ്കിലും ഒരു വിശ്വാസിയുടെ സംസാരത്തിൽ നിന്ന്, പ്രാർത്ഥനയിൽ നിന്ന് നരകത്തെ കുറിച്ച് അഭയം തേടുന്നുണ്ടെങ്കിൽ നരകം അല്ലാഹുവിനോട് പറയും അത്രേ, ആ വിശ്വാസി എനിക്ക് പ്രാർത്ഥന എന്നോട് പ്രാർത്ഥിക്കുന്നുണ്ട്, എന്റെ കാര്യത്തിൽ പേടിയുണ്ട്, അതുകൊണ്ട് ഇളവ് ചെയ്തു കൊടുക്കണേ. അപ്പോഴാണ്
നമ്മൾ അത്തഹിയാത്തും അല്ലാഹുമ്മ സല്ലി അലൈഹി കഴിഞ്ഞ് നമ്മൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയാൻ നിൽക്കരുത്. അതിന്റെ അപ്പുറവും നമ്മൾ പറയണം. അല്ലാഹുമ്മ ഗ്ഫിർ ലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അലൻതു. എന്നിട്ടോ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം. അല്ലാഹുവേ നരകശിക്ഷയിൽ നിന്ന് എന്നെ കാത്തുരക്ഷിക്കണേ. വമിൻ അദാബിൽ ഖബ്ർ, ഖബറിൽ നിന്ന്, വമിൻ ഫിത്നത്തിൽ മഹിയ, ജീവിതത്തിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന്, വൽ മമാത്ത്, മരണത്തിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന്, വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ, ദജ്ജാലിന്റെ പരീക്ഷണങ്ങൾ. അപ്പോൾ നരകശിക്ഷയിൽ നിന്ന് അല്ലാഹുവേ കാത്തുരക്ഷിക്കണമെന്ന് 5 പ്രാവശ്യമെങ്കിലും ഒരു വിശ്വാസി പറയേണ്ടതുണ്ട്. ഇവിടെ 3 പ്രാവശ്യം പറഞ്ഞാൽ തന്നെ നരകം അള്ളാഹിനോട് പറയും വിശ്വാസിക്ക് അങ്ങനെ. അപ്പോഴാണ് നമ്മളൊക്കെ അല്ലാഹുമ്മ സല്ലി അലൈഹി ചെന്നിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുന്നുണ്ടെങ്കിൽ അതുകൂടി മനസ്സിലാക്കാൻ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഉപകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥന നരകശിക്ഷയിൽ നിന്ന്, ദുനിയാവിലെ ചൂട് എന്ന് പറയുന്നത് ഒരുപക്ഷെ AC കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റും. പക്ഷേ നരകത്തിലെ ചൂട് മാറ്റാൻ പറ്റും. പോട്ടെ, പരലോകത്തിൽ അത്രയും കാലം വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ, മാറ്റാൻ പറ്റുമോ? മാറ്റാൻ പറ്റുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു, 7 ആളുകളെ കുറിച്ച് പറഞ്ഞു. ആ 7 ആളുകളിൽ ഉൾപ്പെടാൻ അല്ലാഹു നമ്മെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ.